ഏതൊരു രാജ്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സൈനിക ശക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഇന്ന് വ്യോമസേന മാറിയിരിക്കുന്നു. ഈ വ്യോമസേനകൾ ലോകമെമ്പാടുമുള്ള വിവിധ യുദ്ധ സംഘടനകളിലും തർക്കങ്ങളിലും മുന്നണി പോരാളികളായി നിലകൊണ്ടുപോരുന്നു. രാജ്യങ്ങൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തി സുരക്ഷിതമാക്കാനും സൈനിക ശേഷി പ്രകടിപ്പിക്കാനും നിരവധി യുദ്ധവിമാനങ്ങൾ ആവശ്യമുള്ളതിനാൽ സൈനിക വിമാനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള മികച്ച 10 രാജ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. 10-ാമതായി ഇസ്രായേൽ. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള വ്യോമസേനയിൽ ഇസ്രായേലാണ് 10-ാം സ്ഥാനത്തുള്ളത്. ഇസ്രായേൽ വ്യോമസേനയിൽ പ്രധാനമായും F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ, F-15 സ്ട്രൈക്ക് ഈഗിൾ, F-35 ലൈറ്റ്നിംഗ് II എന്നീ പോർവിമാനങ്ങളാണുള്ളത്. ഇസ്രായേൽ വ്യോമസേന മൊത്തത്തിൽ 329 യുദ്ധവിമാനങ്ങളാണ് നിലവിൽ പ്രവർത്തിപ്പിക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ പോരാട്ടത്തിൽ ഗാസയിൽ ഹമാസിന് നേരെ ബോംബിടാൻ ഉപയോഗിച്ച ഈ പോരാളികളുടെ പോരാട്ട വീര്യവും കഴിവുകളും ലോകരാജ്യങ്ങൾ കണ്ടതാണ്. സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച് വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് 1948 മെയ് 28-നാണ് ഇസ്രായേൽ വ്യോമസേന രൂപീകരിക്കുന്നത്. രൂപീകരണത്തിന് ശേഷം 6 ദിന യുദ്ധത്തിലും യോം കിപ്പൂർ യുദ്ധത്തിലും 2006-ലെ ലെബനോൻ യുദ്ധത്തിലും ഇസ്രായേൽ വ്യോമസേന ഒരു മികച്ച പങ്ക് വഹിച്ചു. അതോടൊപ്പം എണ്ണിയാലൊടുങ്ങാത്ത നിരവധി ഇസ്രായേൽ ഓപ്പറേഷനുകളിലും ഇസ്രായേൽ വ്യോമസേന മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. 9-ാമതായി സൗദി അറേബ്യ. അടുത്തതായി സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 9-ാം സ്ഥാനത്തുള്ളത്. സൗദി അറേബ്യൻ വ്യോമസേന നിലവിൽ 136 F-15 സ്ട്രൈക്ക് ഈഗിൾ, 72 യൂറോ ഫൈറ്റർ ടൈഫൂൺ, 91 പനാവിയ ടൊർണാഡോ, 62 F-15S എന്നിവ ഉൾപ്പെടെ മൊത്തത്തിൽ 351 യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്നു. നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഈ ഇറക്കുമതികൾക്കായി അവർ അമേരിക്കയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. റോയൽ സൗദി എയർഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ വ്യോമസേന 100 വർഷങ്ങൾക്ക് മുൻപ് 1920 ജൂണിലാണ് രൂപീകരിക്കുന്നത്. യമൻ യുദ്ധത്തിലും ഗൾഫ് യുദ്ധത്തിലും സൗദി വ്യോമസേന മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 8-ാമതായി ഈജിപ്റ്റ്. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 8-ാം സ്ഥാനത്ത് പിരമിഡുകളുടെ നാടായ ഈജിപ്റ്റാണുള്ളത്. ഈജിപ്ഷ്യൻ വ്യോമസേനയിൽ പ്രധാനമായും F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ, ദസോ റഫാൽ, MiG-29M, മിറാഷ് 2000, കുറച്ച് പഴയ മിറാഷ് 5 എന്നിങ്ങനെയുള്ള നിരവധി ആധുനിക പോരാളികളുണ്ട്. നിലവിൽ ഈജിപ്റ്റ് പ്രവർത്തിപ്പിക്കുന്ന മൊത്തം യുദ്ധവിമാനങ്ങളുടെ എണ്ണം 409 ആണ്. കൂടാതെ അടുത്തിടെ ഈജിപ്റ്റ് ആദ്യ ബാച്ചിനെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ 2-ാമത്തെ ബാച്ച് റഫാലിനും ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ ഫ്രാൻസിന് ശേഷം റഫാലിന്റെ 2-ാമത്തെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ കൂടിയാണ് ഈജിപ്റ്റ്. 1932-ൽ ഈജിപ്ഷ്യൻ സേനയുടെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും 1937-ൽ സ്വതന്ത്ര വ്യോമസേനയായി മാറുകയായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിലും ഇസ്രായേലുമായുള്ള യുദ്ധങ്ങളിലും ഈജിപ്ഷ്യൻ വ്യോമസേന മികച്ച പിന്തുണ നൽകിയിരുന്നു. കൂടാതെ 2015-ലെ ലിബിയയിലെ മിന്നലാക്രമണത്തിൽ ഈജിപ്ഷ്യൻ വ്യോമസേനയുടെ കഴിവുകൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 7-ാമതായി സൗത്ത് കൊറിയ. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 7-ാം സ്ഥാനത്തുള്ളത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയുടെ യുദ്ധവിമാന ശേഖരണത്തിൽ F-4 ഫാൻറ്റം II, F-35 ലൈറ്റ്നിംഗ് II, F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ, ബോയിങ് F-15E, നോർട്രോപ്പ് F-5, F-16 ആഭ്യന്തരമായി വികസിപ്പിച്ച പതിപ്പായ കായി T-50 ഗോൾഡൻ ഈഗിൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം കൂടി 476 യുദ്ധവിമാനങ്ങൾ നിലവിൽ സൗത്ത് കൊറിയൻ വ്യോമസേനയ്ക്കുണ്ട്. റിപ്പബ്ലിക് ഓഫ് കൊറിയ എയർഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ വ്യോമസേന 71 വർഷങ്ങൾക്ക് മുൻപ് 1949 ഒക്ടോബറിലാണ് രൂപീകരിച്ചത്. കൊറിയൻ യുദ്ധത്തിലും വിയറ്റ്നാം യുദ്ധത്തിലും പേർഷ്യൻ ഗൾഫ് യുദ്ധത്തിലും കൊറിയൻ വ്യോമസേന മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 6-ാമതായി പാകിസ്ഥാൻ. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്ത് തീവ്രവാദികളുടെ നാടായ പാകിസ്ഥാനാണുള്ളത്. പാകിസ്ഥാൻ വ്യോമസേനയിൽ 135 ചെങ്ഡു J-7, MiG-21ന്റെ ചൈനീസ് പകർപ്പ്, വാർദ്ധക്യത്താൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മിറാഷ് 3-യും മിറാഷ് 5-ഉം ഉൾക്കൊള്ളുന്നു. കൂടാതെ ഈ ഗ്രഹത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായ 10-ാം തലമുറ ജംഗ് ഫൈറ്റർ JF-17 സ്പേസ്ഷിപ്പ് ഫൈറ്ററും അവരുടെ പക്കലുണ്ട്. ഇവയോടൊപ്പം വളരെ കുറച്ച് F-16 വിമാനങ്ങളും പാകിസ്ഥാൻ വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നു. ഇവയെല്ലാം ചേർന്ന് മൊത്തം 497 യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ പ്രവർത്തിപ്പിക്കുന്നത്. 73 വർഷങ്ങൾക്ക് മുൻപ് 1947 ഓഗസ്റ്റ് 14-നാണ് പാകിസ്ഥാൻ വ്യോമസേന രൂപീകരിക്കുന്നത്.
ഇന്ത്യയുമായി പരാജയപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും, അറബ് ഇസ്രായേൽ യുദ്ധങ്ങളിലും, അഫ്ഗാൻ സംഘർഷങ്ങളിലും പാകിസ്ഥാൻ വ്യോമസേന പങ്കെടുത്തിരുന്നു. അഞ്ചാമതായി നോർത്ത് കൊറിയ. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് നോർത്ത് കൊറിയയാണുള്ളത്. നിലവിൽ ഇവർ 563 യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. അവരുടെ പ്രധാന യുദ്ധവിമാനങ്ങൾ ചൈന രൂപകൽപ്പന ചെയ്ത ഷെന്യാങ് F5, J6, ചെങ്ഡു J7 എന്നിവയാണ്. സോവിയറ്റ് വിമാനങ്ങളായ MiG-21, MiG-23, സുഖോയി 7, സുഖോയി 25 എന്നിവയും നോർത്ത് കൊറിയയുടെ വ്യോമസേനയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ദക്ഷിണ കൊറിയയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവരുടെ പോരാളികളെല്ലാം കാലഹരണപ്പെട്ടവയാണ്. 75 വർഷങ്ങൾക്ക് മുൻപ് 1946 നോർത്ത് കൊറിയൻ വ്യോമസേന രൂപീകരിച്ചത്. കൊറിയൻ യുദ്ധത്തിലും വിയറ്റ്നാം യുദ്ധത്തിലും യോം കിപ്പൂർ യുദ്ധത്തിലും നോർത്ത് കൊറിയൻ വ്യോമസേന പങ്കെടുത്തിരുന്നു. നാലാമതായി ഇന്ത്യ. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്ത് ഇന്ത്യയാണുള്ളത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയ്ക്ക് പലതരം പോരാളികളുണ്ട് എന്നതാണ്. ഇതാണ് ഇന്ത്യൻ വ്യോമസേനയെ ഇത്രയും മാരകമാക്കുന്നത്. സുഖോയി 30 MKയുടെ 272 യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ല്. ദസോ റഫാൽ, മിറാഷ് 2000, ജാഗ്വാർ, MiG-29, തദ്ദേശീയ LCA തേജസ് എന്നിവയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകരുന്ന മറ്റ് പോർവിമാനങ്ങൾ. ഇന്ത്യൻ വ്യോമസേന നിലവിൽ പ്രവർത്തിപ്പിക്കുന്ന മൊത്തം യുദ്ധവിമാനങ്ങളുടെ എണ്ണം 589 ആണ്. 88 വർഷങ്ങൾക്ക് മുൻപ് 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന രൂപീകരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിലും പാകിസ്ഥാനുമായുള്ള എല്ലാ യുദ്ധങ്ങളിലും ഉൾപ്പെടെ ഇന്ത്യൻ വ്യോമസേന ലോകത്തിനു മുന്നിൽ കരുത്തു തെളിയിച്ച മികച്ച വ്യോമസേനകളിലൊന്നാണ്. മൂന്നാമതായി റഷ്യ. ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തുള്ളത് റഷ്യയാണ്. റഷ്യൻ വ്യോമസേന നിലവിൽ 1076 യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. ഇതിൽ MiG-31, MiG-29, സുഖോയി 27, സുഖോയി 25, സുഖോയി 30, സുഖോയി 34, സുഖോയി 35 കൂടാതെ മറ്റ് പല യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാന കയറ്റുമതിക്കാരിൽ ഒരാളായ റഷ്യയുടെ പോരാളികൾ അവരുടെ മനുവർബിലിറ്റിക്ക് പേരുകേട്ടവരാണ്. പ്രത്യേകിച്ച് സുഖോയി 35, സുഖോയി 30, സുഖോയി 27, MiG-29 എന്നീ പോരാളികൾ. 29 വർഷങ്ങൾക്ക് മുൻപ് 1992 മെയ് 7 റഷ്യൻ വ്യോമസേന രൂപീകരിക്കുന്നത്. ഇവ 1918 മുതൽ 1991 വരെ ഉണ്ടായിരുന്ന സോവിയറ്റ് എയർഫോഴ്സിന്റെ പിന്തുടർച്ചയായി വന്നതാണ്. രണ്ടാമതായി ചൈന. 1668 യുദ്ധവിമാനങ്ങളുമായി ചൈന ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുണ്ട്. എന്നാൽ ചൈനീസ് വ്യോമസേനയുടെ 2/3 ഭാഗവും കാലഹരണപ്പെട്ട പോരാളികളാണ്. ചൈനീസ് വ്യോമസേനയിൽ 728 ചെങ്ഡു J7, 323 ചെങ്ഡു J10, 205 ചെങ്ഡു J11 എന്നിവയുണ്ട്. ഈ പോരാളികളെല്ലാം റഷ്യൻ സോവിയറ്റ് എതിരാളികളുടെ നിയമവിരുദ്ധ പകർപ്പുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ചില റഷ്യൻ പോരാളികളായ സുഖോയി 30 MKM, സുഖോയി 35 എന്നിവയും PLAയുടെ വ്യോമസേനയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 5ാം തലമുറ പോരാളികളെന്ന് ചൈന അവകാശപ്പെടുന്ന കുറച്ച് ചെങ്ഡു J20യും ചൈനീസ് വ്യോമസേന പ്രവർത്തിപ്പിക്കുന്നു. അമേരിക്കയുടെ F-22 റാപ്റ്ററിന്റെ മോഷ്ടിച്ച പ്ലാനുകളിൽ നിന്നാണ് ഇത് വികസിപ്പിച്ചത് എന്ന ആരോപണവും ഈ വിമാനത്തിനുണ്ട്. 71 വർഷങ്ങൾക്ക് മുൻപ് 1949 നവംബർ 11 ചൈനീസ് വ്യോമസേന രൂപീകരിക്കുന്നത്. ചൈനയുടെ മികച്ചതയെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു യുദ്ധവിമാനങ്ങളും യുദ്ധത്തിൽ തെളിയിച്ചതല്ല എന്നതും ശ്രദ്ധേയമാണ്. ഒന്നാമതായി അമേരിക്ക. 2362 യുദ്ധവിമാനങ്ങളുള്ള അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ഇതിൽ നാവിക വ്യോമസേനയെയും മറൈൻ കോർപ്പറേഷനെയും കണക്കാക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാവിക വ്യോമസേന ഒരു പ്രത്യേക വ്യോമസേനയായി കണക്കാക്കുകയാണെങ്കിൽ അമേരിക്കൻ നാവിക വ്യോമസേന പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തുമായിരുന്നു. അതായത് 1000ഓളം വിമാനങ്ങൾ ഇതിൽ മാത്രമായി പ്രവർത്തിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് അവരുടെ വിദേശ സൈനിക താവളങ്ങളിൽ ഉൾപ്പെടെ 100 കണക്കിന് F-16, F-15, A-10 എന്നിവ പ്രവർത്തിപ്പിക്കുന്നു. 5ാം തലമുറ പോരാളികളായ F-22 റാപ്റ്റർ, F-35 എന്നിവയ്ക്കൊപ്പം F-117 നൈറ്റ് ഹോക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്നു. 1907 ഓഗസ്റ്റ് 1 മുതൽ വ്യോമസേന പ്രവർത്തനത്തിലുണ്ടെങ്കിലും സ്വതന്ത്ര വ്യോമസേനയായി രൂപം കൊള്ളുന്നത് 1947 സെപ്റ്റംബർ 18.
ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഉൾപ്പെടെ നിരവധി യുദ്ധങ്ങളിൽ അമേരിക്കൻ വ്യോമസേന തങ്ങളുടെ കരുത്ത് ലോകത്തിനു മുന്നിൽ തെളിയിച്ചതാണ്.